Intertextuality in Along the Briny Beach. അപ്പോൾ എലോങ് ദി ബ്രൈനി ബീച്ച് എന്നുള്ള പോവം നിങ്ങൾക്കറിയാം, വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിപ്പോയ ഒരു ഡിജിറ്റൽ പോവമാണ്. സോ ഇൻ്റർടെക്സ്ച്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് മറ്റ് ടെക്സ്റ്റുകളുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രഡീഷനുമായിട്ടോ കൾച്ചറൽ റെഫറൻസസോ ആയിട്ടോ കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റർടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ പോവം എലോങ് ദി ബ്രൈനി ബീച്ചിനകത്ത് ഇൻ്റർടെക്സ്ച്വാലിറ്റി വളരെ റിച്ച് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ പോവം എക്സിസ്റ്റ് ചെയ്യുന്നത് റിട്ടൺ ലാംഗ്വേജിൽ മാത്രമല്ല, മൾട്ടിമീഡിയ എലമെൻറ്റ്സിലൂടെയും ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ഇമേജസ്, ആനിമേഷൻസ്, സൗണ്ടിലൂടെയാണിത് എഴുതിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ലേയേഴ്സ് നമുക്ക് ഈ ഒരു പോയത്തിൽ നിന്ന്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ലെയേർഡ് ആയിട്ടുള്ള റീഡിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു പോയത്തിൽ നിന്ന് നമുക്ക് ക്രിയേറ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ജോണേഴ്സിനെ കുറിച്ചും ട്രഡീഷനെ കുറിച്ചും മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനും വളരെ ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള സീ പോയട്രി ആയിട്ട്, കടലിനെ കുറിച്ചുള്ളൊരു പോയട്രി ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം അതിനകത്ത് വേവ്സിനെ കുറിച്ച്, സാൻഡിനെ കുറിച്ച്, ടൈഡ്സിനെ കുറിച്ച്, ഫുട് പ്രിൻസിനെ കുറിച്ചും വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മറ്റൊരു വർക്കായിട്ടുള്ള മറ്റൊരു വർക്ക്, അതായത് ഡോവർ ബീച്ച് എന്നും പറഞ്ഞ് മാത്യു ആർണൽഡ് എന്നുള്ള പോയറ്റിൻ്റെ ഡോവർ ബീച്ച് എന്നുള്ള വർക്കിനകത്ത് നമുക്ക് ഈ സീയെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ റൊമാൻറ്റിക് സീ പോവംസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാരി ടൈം ഇമേജറി, ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ആൻഡ് വേൾഡ് ലിറ്ററേച്ചറിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫെമിലിയർ ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾസ് അല്ലെങ്കിൽ മോട്ടീവ്സ് എടുത്തിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ പോവം ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സീ ഷോർ എന്ന് പറയുന്നത്, ഈ ഒരു പോയത്തിനകത്ത് സീ ഷോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈറ്റ് ഫോർ റിഫ്ലക്ഷൻ ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇമോഷണൽ ഡെപ്ത് ഉണ്ട്. അപ്പോൾ മാത്യു ആർണൽഡിൻ്റെ ഡോവർ ബീച്ചുമായിട്ട് ഇതിനെ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്ന പോത്തിൻ്റെ ലാംഗ്വേജ് ഇമേജറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസ് എന്ന് പറയുന്നത് ഫോക്ലോർ, മിത്ത്, അല്ലെങ്കിൽ ഒരു കോസ്റ്റൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻസുമായിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ത്യൻ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസുമായിട്ട്, അല്ലെങ്കിൽ കെൽട്ടിക് ട്രഡീഷനുമായിട്ട്, ഗ്രീക്ക് മിത്തോളജി ആയിട്ട്, സ്റ്റോറീസ് റിലേറ്റഡ് ടു സീ, അല്ലെങ്കിൽ മെർമെയ്ഡ്സ്, ഫിഷർമെൻ, സ്റ്റോംസ്, കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കുറച്ച് റെഫറൻസസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഡയറക്റ്റായിട്ട് കോട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിലും ഈ പോയത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അടുത്തൊരു കീ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈപ്പർ ടെക്സ്ച്വൽ സ്ട്രക്ചറാണ്. മൾട്ടിപ്പിൾ ലിങ്ക്ഡ് ഫ്രാഗ്മെൻറ്റ്സ് ആണ് ഈ പോയത്തിനകത്തുള്ളത്. ഓരോ ഹൈപ്പർ ലിങ്കും നമ്മൾ റീഡേഴ്സിനെ പുതിയ ഒരു മീനിങ്ങിലോട്ട്, അല്ലെങ്കിൽ പുതിയ ഒരു ലൈനിലോട്ട്, ഒരു സ്റ്റാൻസയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഹൈപ്പർ ലിങ്കാണ് ഇതിനകത്ത് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ വേർഷൻ പോവത്തിനകത്ത് ഹൈപ്പർ ലിങ്കാണ് ഒരു ഇൻ്റർടെക്സ്ച്വൽ റിഫറൻസ് നമുക്ക് നൽകുന്നത്. അപ്പോൾ റീഡേഴ്സിന് ആക്റ്റീവായിട്ട് മീനിങ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിനകത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൊലാൻഡ് ബാത്തിൻ്റെ റൈറ്റേർലി ടെക്സ്റ്റായിട്ട് നമ്മളിതിനെ അല്ലെങ്കിൽ ഇത് മാറുന്നതായിട്ട് കാണാം. അതായത് റീഡർ ക്രിയേറ്ററായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഓരോ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ പോയത്തിൻ്റെ നെക്സ്റ്റ് ലൈൻ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റാൻസാസ്, ഇമേജസ് ഒക്കെ വരുന്നത്. അപ്പോൾ റീഡർ ശരിക്കും പറഞ്ഞാൽ റീഡർ ഒരു ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ റീഡർ ഒരു ക്രിയേറ്ററായിട്ട് മാറുവാണ് ഈ പോയത്തിൽ. അപ്പോൾ അത് റൊലാൻഡ് ബാത്തിൻ്റെ റൈറ്റേർലി ടെക്സ്റ്റായിട്ട് ഈ ഒരു ടെക്സ്റ്റ് മാറുകയാണെന്ന് വെച്ചാൽ റൈറ്ററിനല്ല ഇമ്പോർട്ടൻസ്, ഇവിടെ റീഡേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിജിറ്റൽ മീഡിയത്തിനകത്ത് വിഷ്വൽ അല്ലെങ്കിൽ ഓഡിറ്ററി, കേൾക്കാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതുമായിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ ഇൻ്റർടെക്സ്ച്വാലിറ്റി വരുന്നുണ്ട്. സീഷെല്ലിൻ്റെ ഇമേജ് ഉണ്ട്, ഷോർ ലൈൻ്റെ ഇമേജ് ഉണ്ട്, സ്റ്റാർ ഫിഷ് വരുന്നുണ്ട്, ഫിഷിംഗ് നെറ്റ് വരുന്നുണ്ട്, ബോട്ടുകൾ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ നേച്ചർ മാഗസീൻസ്, പോസ്റ്റ് കാർഡ്, ട്രാവൽ ഗൈഡ്സിനകത്തും എൻവയോൺമെൻറ്റൽ ക്യാമ്പയിൻസിനകത്തൊക്കെ കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇമേജസ് ആണ്. പിന്നെ വേവ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ നമുക്ക് കേൾക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ബീച്ചിൽ വരുന്ന ബേർഡ്സ് ഉണ്ടല്ലോ, ഷോർ ബേർഡ്സ് എന്ന് അതിനെ പറയുന്നത്, SHORE, ഷോർ ബേർഡ്സിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൗണ്ട് ആർട്ടുമാണ്. ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷനെ നമുക്കിത് കാണിച്ചു തരുന്നു. മോറോവർ ഈ പോം ബോറോ ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം സയൻറ്റിഫിക് ആൻഡ് എക്കോളജിക്കൽ ടെക്സ്റ്റ്. അതായത് ടൈഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, ഇറോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, മെറൈൻ എക്കോസിസ്റ്റവുമായിട്ടോ അല്ലെങ്കിൽ കോസ്റ്റൽ ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ വേർഡ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മോഡേൺ എൻവയോൺമെൻറ്റൽ ലിറ്ററേച്ചർ ആണെന്നോ, അല്ലെങ്കിൽ ഇതിനെ ഒരു എക്കോ ക്രിട്ടിക്കൽ റൈറ്റിംഗ് പീസ് എന്നോ നമുക്കിതിനെ പറയാം. അപ്പോൾ ഇതിനകത്ത് സയൻറ്റിഫിക് വൊക്കാബുലറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ?
എന്ന് വെച്ചാൽ നമുക്ക് പരിചിതമല്ലാത്ത എക്കോസിസ്റ്റവുമായിട്ട്, എൻവയോൺമെൻറ്റുമായിട്ട്, നേച്ചറുമായിട്ട്, സീ ഷോറുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചൈൽഡ്ഹുഡ് ലിറ്ററേച്ചറിൻ്റെ റെഫറൻസസ് അല്ലെങ്കിൽ പോപ്പുലർ കൾച്ചറിൻ്റെ റെഫറൻസസും ഇതിനകത്ത് ഇൻഡയറക്റ്റ്ലി വരുന്നുണ്ട്. അതായത് സീ ഷെല്ല്, സാൻഡ് കാസിൽ, ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിതമിക് സിമ്പിൾ ലാംഗ്വേജ് ഒക്കെ നമുക്കൊരു നഴ്സറി റൈമിനെ അല്ലെങ്കിൽ കുട്ടികളുടെ സീ സൈഡ് സ്റ്റോറീസുമായിട്ടൊക്കെ ഒരു റിസംബ്ലൻസ് ഉണ്ട്, ഒരു നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഈസ് ദി കൾച്ചറൽ ഇൻ്റർടെക്ച്വാലിറ്റി. സി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സിമ്പലാണ്. അത് നമുക്ക് തമിഴ് പോയിട്രിക്കകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, ഗ്രീക്ക് എപ്പിക്സിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, ജാപ്പനീസ് ഷോർട്ട് പോംസ് ആയിട്ടുള്ള ഹൈക്യൂവിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. യൂറോപ്യൻ റൊമാൻറ്റിക് പോയിട്രിയിലും സി എന്ന് പറയുന്ന ഒരു സിമ്പലാണ്. അപ്പോൾ ഈ ടെക്സ്റ്റിനെ ഒന്നും നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഇവർ പറയുന്നില്ലെങ്കിലും ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഷെയർഡ് ആയിട്ടുള്ള, പല കൾച്ചറിലും പല ലിറ്ററേച്ചറിലും ഉള്ള ഷെയർഡ് ആയിട്ടുള്ള ഒരു ഇമേജാണിത്. അങ്ങനെയാണിത് കൾച്ചറൽ ഇൻ്റർടെക്ച്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ പോം ഇറ്റ്സെൽഫ് എന്താണ്, ഒരു ഇൻ്റർടെക്ച്വാലിറ്റി തന്നെയാണ്. ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ബാക്കിലോട്ട് പോകാം, ഫ്രണ്ടിലോട്ട് പോകാം, അല്ലേ. ഇൻറ്റേർണൽ ലിങ്ക്സ് ഉണ്ട്, തീമുണ്ട്, ഫ്രേസസ് ഉണ്ട്. ഇതെല്ലാം ഒരു ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ്, ഒരു വെബ് ഓഫ് മീനിങ്ങിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു പോം തന്നെ ഒരു ഇൻ്റർ കണക്ഷനാണ്. ഒരെണ്ണത്തിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്, ബാക്കിലോട്ട് പോവാം. അപ്പോൾ ഇത് പോം ഇറ്റ്സെൽഫ് ഈസ് ഇൻ്റർടെക്ച്വൽ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഒരു ഇൻ്റർടെക്ച്വൽ മൊസൈക്ക് ആണ് ഈ പോമെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ആപ്റ്റായിട്ട് നമുക്ക് പറയാൻ, ഈ ഒരു പോയത്തിനെ കുറിച്ച് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ പറയാൻ സാധിക്കുന്നത്. ഇത് 15 മാർക്ക് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് എഴുതുന്നതിനോടൊപ്പം തന്നെ പോയത്തിനകത്ത് നിന്ന് വരുന്ന കുറച്ച് ലൈൻസ് കൂടെ കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.